നമസ്കാരം. പഹൽഗാമിൽ 26 ഭാരതീയർ മതം നോക്കി വെടിവെച്ച് കൊല്ലപ്പെട്ടു എന്നൊരു സംഭവം ഈ ഒരു ഗ്രൂപ്പുകളിലുമില്ല. എറണാകുളത്ത് 14 നിയോജക മണ്ഡലങ്ങളിൽ വരുന്ന ഗ്രൂപ്പുകളിലൊന്നും ഈ സംഭവമേ പരാമർശിക്കുന്നില്ല. നക്ഷ എന്ന് പറഞ്ഞ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, ഈ കുട്ടിയുടെ പിതാവിനെ സൈലേഷ് എന്നാണ് തോന്നുന്നത്, വെടിവെച്ച് കൊന്നതുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തുള്ള എല്ലാ മീഡിയാസും ആ കുരുന്ന പയ്യന്റെ, നിഷ്കളങ്കമായ പയ്യന്റെ ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോ എല്ലാ ഗ്രൂപ്പുകളിലേക്ക് വിട്ടു, കോൺഗ്രസിന്റെ ഗ്രൂപ്പുകളിലേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് എനിക്ക് വരുന്നത് കോൺഗ്രസിന്റെ മുസ്ലിം നേതാക്കളിൽ നിന്ന്, മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ, ഇവരൊക്കെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ് ഈ വീഡിയോ നീക്കം ചെയ്യണം. ഞാൻ ചോദിച്ചു, ഇത് മുസ്ലിങ്ങളുമായിട്ട് ബന്ധമില്ലല്ലോ, മുസ്ലിം തീവ്രവാദികൾ ചെയ്തതായ ഒരു കാര്യത്തെക്കുറിച്ചുള്ള വീഡിയോ അല്ല, അതിന് വക്കാലത്ത് നിങ്ങൾ ഏറ്റെടുക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അതിന് മറുപടിയില്ല. പിറ്റേ ദിവസം രാവിലെ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് എന്നെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറഞ്ഞു ഈ വീഡിയോ നീക്കം ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണത് നീക്കം ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. സ്വാഭാവികമായ ചോദ്യം എന്തിനാണ്? അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത് അത് മുസ്ലിം ഹിന്ദു സംഘർഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, മണിപ്പൂർ നമ്മൾ അതൊരു ക്രിസ്ത്യൻ ഹിന്ദു ഒരു സംഘർഷമായിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്, യഥാർത്ഥത്തിൽ അങ്ങനെ അല്ലെങ്കിൽ പറഞ്ഞു പഠിപ്പിച്ചതും ഞങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിച്ചതും ഒക്കെ ഇതൊരു വർഗീയ കലാപമായിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചില്ലേ ഇത് ക്രിസ്ത്യൻ ഹിന്ദു ഒരു സംഘർഷത്തിന് കാരണമാകുന്നു? ഞാൻ തിരിച്ച് രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിച്ചു. ഗുജറാത്ത് കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഡോക്യുമെന്ററി എടുത്തിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി, എറണാകുളം ജില്ലാ കോൺഗ്രസ് മേനകയിൽ ഒരു വലിയ ഡിജിറ്റൽ വാളിൽ ഇത് പ്രദർശിപ്പിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ ഇത് മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിലുള്ള സംഘർഷമല്ലേ? ഈ രണ്ട് ചോദ്യത്തിന് ഉത്തരവില്ല. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യ ജയിക്കുന്നു, ഒരു പരാമർശം ഈ ഗ്രൂപ്പുകളിൽ ഇരുന്നില്ല. ഒരു പ്രത്യേക വിഭാഗത്തിന് അതവരുടെ മതരാജ്യമാണ്. അപ്പോൾ അവരുടെ മതരാജ്യത്തിന് എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ പ്രത്യേക വിഭാഗത്തിന് അത് അവരുടെ വികാരം വ്രണപ്പെടും. കോൺഗ്രസ്സുകാർ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിർബന്ധിതരാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഇന്ത്യ വിരോധിയായി മാറിയാലേ ഞാൻ കോൺഗ്രസ്സുകാരനാകുള്ളൂ. ഞാൻ പാകിസ്ഥാൻ അനുകൂലിയായി മാറിയാൽ മാത്രമേ എനിക്ക് കോൺഗ്രസ്സുകാരനായിട്ട് നിലനിൽക്കാൻ പറ്റുള്ളൂ. ആന്റണി ജോസഫ് എന്ന ഒരു മുൻ കോൺഗ്രസ്സുകാരനാണ് ഇദ്ദേഹം. ഒരു മുൻ കോൺഗ്രസ്സുകാരൻ എന്ന് പറയുമ്പോൾ ഈ അടുത്ത കാലത്താണ് കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ച് അദ്ദേഹം പാർട്ടിക്ക് പുറത്തു വന്നത്. കാരണം അദ്ദേഹം പരാമർശിച്ച സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങളാണ് നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ പഹൽഗാമിലെയും അതുപോലെ ഈ ഡൽഹിയിലെ കാര്യം പറയുന്നില്ല, അതിന് തൊട്ട് മുമ്പാണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അവിടെ കോൺഗ്രസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകൾ, മറ്റു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ നടക്കുന്ന കാര്യത്തെപ്പറ്റി 100% സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് അദ്ദേഹം പങ്കുവെച്ചത്. അതിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ തന്നെയാണ്. ഒരാൾ രാജ്യദ്രോഹി അല്ലെങ്കിൽ രാജ്യവിരുദ്ധനായിട്ടിരുന്നാൽ മാത്രമേ അയാൾക്ക് കോൺഗ്രസ്സുകാരനായിരിക്കാൻ പറ്റൂ എന്നുകൂടി അദ്ദേഹം അവസാനം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹം 2-3 കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. പലസ്തീനിലെ കാര്യം, ഗാസയിലെ കാര്യം, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ അവർ പ്രചരിപ്പിക്കും. എന്നാൽ മുസ്ലിം തീവ്രവാദികൾ കൊല ചെയ്ത ഒരു കൊച്ചുകുട്ടിയുടെ വാർത്ത അയാൾ ആ ഗ്രൂപ്പിലിട്ടപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിൻ്റെ നേതാവ് തന്നെ അയാളെ കൊണ്ട് വിളിച്ചു പറഞ്ഞ് അത് മാറ്റിച്ചു എന്നാണ് പറയുന്നത്. അതിന് കാരണമായിട്ട് പറയുന്നത് വിചിത്രമാണ്, അത് ജനങ്ങളെ സ്പർദ്ധ ഉണ്ടാക്കുമത്രേ. അപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ മണിപ്പൂരിലെ യാഥാർത്ഥ്യം നമുക്ക് അറിയാമെങ്കിലും നമ്മൾ മറ്റൊരു രീതിയിലല്ലേ പ്രചരിപ്പിച്ച്, അപ്പോൾ ഈ പറയുന്ന സ്പർദ്ധ ഉണ്ടാവില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. പിന്നെ BBC-യുടെ ഡോക്യുമെൻ്ററി, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഗുജറാത്ത് കലാപത്തിനെ പറ്റിയുള്ള ഡോക്യുമെൻ്ററി അവർ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിവിടെ വലിയ സ്ക്രീനിൽ, എറണാകുളത്തും മറ്റുമൊക്കെ സ്ക്രീനിൽ കാണിച്ചു, ആളുകളെ കാണിച്ചു. നടന്നവരാണവർ. അപ്പോൾ എന്തുദ്ദേശത്തിനാണ് അത് അങ്ങനെ ചെയ്തത്? ഇവരുമായിട്ട് ബന്ധമില്ലാത്ത, അതായത് മുസ്ലിമിനോട് ബന്ധമില്ലാത്ത മുസ്ലിം തീവ്രവാദികളുടെ കാര്യങ്ങൾ ഇവർ ഡിലീറ്റ് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് അവർക്ക് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായി കണ്ട് കേട്ട് മടുത്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുറത്തു വന്നത്. അദ്ദേഹം അവസാനം പറഞ്ഞ ആ വാചകമാണ് ശരിക്കും എല്ലാവരും ഓർത്തു വെക്കേണ്ടത്, മറക്കാൻ പാടില്ലാത്തത്. ഒരാൾക്ക് രാജ്യവിരുദ്ധനായിട്ട് നിന്നാലേ, രാജ്യദ്രോഹിയായിട്ട് നിന്നാൽ മാത്രമേ, അങ്ങനെ ചിന്താഗതിയുള്ള ഒരാൾക്ക് മാത്രമേ കോൺഗ്രസ് ആയിട്ട് തുടരാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. സത്യമാണ്. ഇന്നത്തെ കോൺഗ്രസ് അങ്ങനെ തന്നെ നിൽക്കണം. ഇപ്പോൾ മണിപ്പൂരിൽ നടന്ന സംഭവം 2 ഗോത്രങ്ങൾ തമ്മിലുള്ള, അല്ലെങ്കിൽ 2-3 ഗോത്രങ്ങൾ തമ്മിലുള്ള സംഭവമാണെങ്കിലും അതിനിവിടെ മറ്റു വർഗീയ രീതിയിലാണ് അവതരിപ്പിച്ചത്. അങ്ങനെ തന്നെയാണ് അവർ പ്രചരിപ്പിച്ചത്. അവിടെ 2 വിഭാഗങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകും എന്ന കാര്യം അവർ മുഖവിലക്കെടുത്തേയില്ല. ഉണ്ടാവുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് കരുതി. എന്നാൽ അതേ സ്ഥാനത്ത് ഒരു മുസ്ലിം തീവ്രവാദികൾ ഒരു കാഫർ കുഞ്ഞിനെയാണ് കൊല്ലുന്നെങ്കിൽ അത് പ്രചരിപ്പിക്കാൻ പാടില്ല, കാരണം സ്പർദ്ധ ഉണ്ടാവും അത്രേ. ഇത്തരം ഇരട്ടത്താപ്പുകൾ കണ്ടും കേട്ടും അടുക്കുമ്പോഴാണ് ആളുകൾ കോൺഗ്രസ് വിട്ട് പുറത്തേക്ക് വരുന്നത്. അങ്ങനെ പുറത്തേക്ക് വന്നൊരു വ്യക്തിയാണ് ആന്റണി ജോസഫ് എന്ന ഈ വ്യക്തി. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യങ്ങൾ പോലും കോൺഗ്രസ്സിന് ഖണ്ഡിക്കാനോ നിഷേധിക്കാനോ പറ്റില്ല. കാരണം അത് 100% സത്യമായിട്ടുള്ള കാര്യമാണ്. അതുതന്നെയാണ് കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ നടക്കുന്നത്. നമ്മൾ നമ്മുടെ കണ്ണിന് മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയല്ലേ ഇത്. ഗാസയെപ്പറ്റി വിലപിക്കുന്നവർ ഒരിക്കലും സുഡാനെപ്പറ്റി വിലപിക്കില്ല, ഒരിക്കലും നൈജീരിയയെപ്പറ്റി വിലപിക്കില്ല. ഇതാണ് അവരാരും ഒരു പരാമർശം പോലും ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തെപ്പറ്റി പറയില്ല. ഇനി എല്ലാം പോട്ടെ, നമ്മൾ
നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള പാകിസ്ഥാനുമായിട്ടൊരു ചെറിയ യുദ്ധം നടത്തി, അത് നമ്മൾ വിജയിച്ചു. അതിനെപ്പറ്റി പോലും ഒരു പരാമർശം അവർ പറയില്ല, ഷെയർ ചെയ്യില്ല. കാരണം ചില ആളുകൾക്ക് വേദനിച്ചാലോ അതുകൊണ്ടത് ചെയ്യില്ല. അപ്പോൾ ഈ രാജ്യത്തിന് അഭിമാനം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പോലും നമ്മൾ ഷെയർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഷെയർ ചെയ്തുകൊണ്ട് കോൺഗ്രസ്സുകാരനായിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഇതാണ് അയാൾ പറഞ്ഞു വെക്കുന്ന പാഠം. ചുരുക്കത്തിൽ കോൺഗ്രസ് ആയിട്ടിരിക്കണോ രാജ്യവിരുദ്ധനായിരിക്കണം, രാജ്യദ്രോഹിയായിരിക്കണം. അങ്ങനെ ഒരാൾക്ക് മാത്രമേ കോൺഗ്രസ് ആയിട്ട് ഇരിക്കാൻ പറ്റൂ.